സോഷ്യൽ മീഡിയയിലെങ്കും ഗ്ലൂട്ടാ കഥകളായിരുന്നു പ്രധാന ചർച്ച. ഒരു ഭാഗത്ത് വെളുക്കാനായി ഗ്ലൂട്ടാതയോൺ വിറ്റാമിൻ കൂട്ട് ഡ്രിപ്പായി എടുക്കാം, ഗ്ലൂട്ടാതയോൺ കഴിച്ചാൽ വെളുക്കും, കുത്തിവച്ചാൽ വെളുക്കും, ക്രീമായി തേച്ചാലും വെളുക്കും. പിന്നീട് അങ്ങോട്ട് ഇത് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസും യൂട്യൂബേഴ്സും ഏറ്റെടുത്തു. ശേഷം ഗ്ലൂട്ടാ എക്സ്പീരിയൻസ് പങ്കുവെക്കലായി. ഇതിനിടയിലാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു സത്യം സോഷ്യൽ മീഡിയയിൽ പടർന്നത്. വെളുക്കാനായുള്ള ക്രീം ഗ്ലൂട്ടാതയോൺ വൃക്കരോഗം ഉൾപ്പെടെയുള്ള മാരകമായ അസുഖങ്ങൾക്ക് കാരണമാകുന്നു എന്നത്. പിന്നെ ഇതിന് പിന്നാലെയുള്ള സത്യം കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു എല്ലാവരും. യഥാർത്ഥത്തിൽ ഗ്ലൂട്ടാതയോൺ നിറം വർദ്ധിപ്പിക്കാൻ സഹായിക്കുമോ, അതോ ഇതുവഴി വൃക്കരോഗം പിടിപെടുമോ? എന്തായാലും ഇതിന് പിന്നിലെ യഥാർത്ഥ കഥകൾ എന്താണെന്ന് നോക്കാം. ആദ്യം എന്താണ് ഗ്ലൂട്ടാതയോൺ എന്നറിയാം. നമ്മുടെ നിറം ചർമ്മത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന മെലാനിൻ എന്ന ഘടകത്തെ ആശ്രയിച്ചിരിക്കും. എന്നാൽ ഗ്ലൂട്ടാതയോൺ എന്നത് ചർമ്മം വെളുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. നമ്മുടെ ശരീരത്തിലെ മിക്ക കോശങ്ങളിലും ഇത് അടങ്ങിയിട്ടുണ്ട്. അതായത് സൈറ്റോപ്ലാസത്തിൽ ഇവ അടങ്ങിയിട്ടുണ്ട്. ഈ സൈറ്റോപ്ലാസത്തിൽ ഗ്ലൂട്ടാതയോൺ ഉൽപ്പാദിക്കപ്പെട്ട് പിന്നീട് കോശങ്ങളിലേക്ക് തള്ളപ്പെടുന്നു. ഇതുപോലെ ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ പുറന്തള്ളുന്നത് ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും പ്രധാനമാണ്. ഗ്ലൂട്ടാതയോണിന്റെ മുഖ്യധർമ്മവും ഇത്തരം ഫ്രീ റാഡിക്കലുകൾ പുറന്തള്ളുക എന്നതാണ്. എന്നാൽ ചില രോഗാവസ്ഥകളിൽ ഗ്ലൂട്ടാതയോൺ ഉൽപ്പാദനം കുറയും, കൂടാതെ പ്രായമാകുമ്പോഴും കുറയും. രോഗങ്ങളുടെ ചികിത്സയ്ക്കായി ഇത്തരം ഗ്ലൂട്ടാതയോൺ നൽകുമ്പോൾ പലരിലും ഇത് ചർമ്മത്തിലേക്ക് കൂടി വലിച്ചെടുക്കപ്പെട്ട് ചർമ്മനിറം ലൈറ്റായി മാറി തുടങ്ങും. ഇത് കണ്ടെത്തിയതോടെ പല സൗന്ദര്യവർദ്ധക ഘടകങ്ങളിലും ഗ്ലൂട്ടാതയോൺ ഉപയോഗിച്ചു തുടങ്ങി. എന്നാൽ ഗ്ലൂട്ടാതയോൺ ചർമ്മനിറത്തിനായി ഉപയോഗിക്കാൻ ഇപ്പോഴും FDA അനുമതി ലഭിച്ചിട്ടില്ല. എങ്കിലും പലരും ഇത് ഉപയോഗിച്ചു വരുന്നതായി കാണപ്പെടുന്നു. ചർമ്മം വെളുക്കുമോ? ഗ്ലൂട്ടാതയോൺ ഉപയോഗിച്ചാൽ ചർമ്മം വെളുക്കും, പക്ഷേ അത് വലിയ അസുഖങ്ങൾക്ക് കാരണമാകും. എന്നാൽ ഇത് ഉപയോഗിക്കുന്നതിന് മുൻപായി നമ്മൾ ഇതിനെക്കുറിച്ച് ഒരുപാട് അറിയാനുണ്ട്. മെലാനിൻ എന്ന പിഗ്മെന്റ് കൂടുമ്പോഴാണ് നമ്മുടെ ചർമ്മത്തിന് ഇരുണ്ട നിറം വരുന്നത്. മെലാനിൻ ഉൽപാദനത്തിനായി തൈറോസിനേസ് എന്ന എൻസൈമാണ് ആവശ്യം. ഗ്ലൂട്ടാതയോൺ ഈ തൈറോസിനേസിന്റെ ഉൽപാദനം തടഞ്ഞാണ് ചർമ്മത്തിന് നിറം നൽകുന്നത്. ഇത് ഇഞ്ചക്ഷൻ രൂപത്തിലാണ് കൂടുതലായി കൊടുത്തു വരുന്നതും. കൂടാതെ ഇതിന് കൃത്യമായ അളവിൽ കൃത്യഡോസിൽ നൽകണമെന്നുണ്ട്. ഇത് പൊതുവെ നല്ല വിലയുള്ള ഒന്നാണ്. അതിനാൽ തന്നെ പലപ്പോഴും ഫിലിം മേഖലയിലും മറ്റുമാണ് കൂടുതലായി ഇത് ഉപയോഗിച്ചു വരുന്നത്. അല്ലാതെ സാധാരണഗതിയിൽ ഇത് എടുക്കേണ്ട ഒരാവശ്യവും തന്നെയില്ല. ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നതിൻ്റെ ഭാഗമായി പലതരം ടെസ്റ്റുകളും ആവശ്യമാണ്. കൂടാതെ ഇടവേളയായിട്ട് എടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. ഇത് നിർത്തിയാൽ ചിലപ്പോൾ പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു പോകും. പാർശ്വഫലങ്ങൾ: ഗ്ലൂട്ടാതയോൺ ചികിത്സ ഒരു തവണ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ഒരിക്കലും അതിനൊരു ലൈഫ് ലോങ് ഉണ്ടാവില്ല. എല്ലാ ചികിത്സയ്ക്കും ഒരു ലിമിറ്റഡ് പീരീഡ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം പഴയപടി തന്നെയാകും. എന്നാൽ ഇത് നിലനിർത്താൻ വേണ്ടി ഇഞ്ചക്ഷനുകളും ഗുളികകളും ഇന്ന് വിപണിയിലുണ്ട്. പക്ഷേ ഇത് നിർത്തിക്കഴിഞ്ഞാലും പഴയ അവസ്ഥയിലേക്ക് തന്നെ വീണ്ടും എത്തും. കാരണം ഇവ ഒരു തവണ ഉപയോഗം കൊണ്ട് സ്ഥിരമായി നിറം നൽകുന്നില്ല. ഗ്ലൂട്ടാതയോൺ അടങ്ങിയ ക്രീമുകളും പലതും വിപണിയിൽ ലഭ്യമാണ്. എന്നാൽ ഇവ കൊണ്ട് കാര്യമായ ഗുണങ്ങളൊന്നും തന്നെയില്ല. അല്പമെങ്കിലും ഗുണം നൽകുന്നത് പിൽസും ഇഞ്ചക്ഷനും തന്നെയാണ്. ഇതും ഒന്നോ രണ്ടോ ഷെയ്ഡ് നിറം മാത്രമേ നൽകുന്നുള്ളൂ. എന്നാൽ ഇതും നമ്മുടെ ശരീരത്തിന് ഒരുപാട് അസുഖങ്ങൾ വരുത്തുന്നു. വൃക്കരോഗമാണ് ഇതിൽ പ്രധാനം. എപ്പോഴും ഗ്ലൂട്ടാതയോൺ എല്ലാവർക്കും സ്യൂട്ടബിൾ ആകുമോ എന്ന ചോദ്യത്തിന് ഇതുവരെയായി ഒരു ഉത്തരം നൽകാൻ കോസ്മെറ്റോളജിസ്റ്റുകൾക്കും മറ്റ് ആരോഗ്യ വിദഗ്ധർക്കും നൽകാൻ കഴിഞ്ഞിട്ടില്ല. ഇതുവഴി എന്തൊക്കെ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്നറിയാം. ദീർഘകാല ഉപയോഗം സ്കിൻ ക്യാൻസറിലേക്ക് വഴി തെളിച്ചേക്കാം. ഗർഭം, മുലയൂട്ടൽ കാലങ്ങളിൽ ഇതിൻ്റെ ഉപയോഗം സുരക്ഷിതമാണെന്ന് എവിടെയും തെളിയിക്കപ്പെട്ടിട്ടില്ല. കുത്തിവയ്പ് രൂപത്തിലുള്ള ഗ്ലൂട്ടാതയോൺ ശരീരത്തിലെ സിങ്ക് തോത് കുറയ്ക്കുകയും ഇത് ആസ്മ കൂട്ടുകയും ചെയ്യാം. കൂടാതെ അലർജി, കിഡ്നി പ്രശ്നങ്ങളും ഉണ്ടാകാം. അതേസമയം ഗ്ലൂട്ടാതയോൺ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിലും അവർ വിദഗ്ധ നിർദ്ദേശമനുസരിച്ച് മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മളോ ഓൺലൈനിലോ മെഡിക്കൽ സ്റ്റോറിലോ പോയി ഒരു പ്ലേറ്റ് ഗ്ലൂട്ടാതയോണിങ് പോരട്ടെ എന്ന മട്ടിലാണ്. അഥവാ ഗ്ലൂട്ടാതയോൺ ചികിത്സ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക. അതല്ലാതെ ചർമ്മത്തിന് നിറം വർദ്ധിപ്പിക്കണം എന്ന് വിചാരിച്ച് ഗ്ലൂട്ടാതയോൺ ഗുളിക വാങ്ങി കഴിക്കുന്നതും ഇഞ്ചക്ഷൻ വെക്കുന്നതും ഒട്ടും നല്ലതല്ല.
അതുകൊണ്ട് ഇതിനു പുറകെ പോകാതെ നാച്ചുറലായി ഗ്ലൂട്ടാതയോൺ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കിയേക്കാം. ഇതിനായി നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: സമീകൃത ഡയറ്റ്, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, നല്ല ഉറക്കം, വ്യായാമം ഇതെല്ലാം ദിവസം ഉറപ്പാക്കിയാൽ തന്നെ ഗ്ലൂട്ടാതയോൺ നമ്മുടെ ശരീരം വർദ്ധിപ്പിക്കും. എല്ലാ ചികിത്സകളും നമുക്ക് എല്ലാവർക്കും ഒരുപോലെ പോസിബിൾ ആയിരിക്കണമെന്നില്ല. ശാരീരികാവസ്ഥ, രോഗങ്ങൾ, പ്രായം തുടങ്ങി വിവിധ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഓരോ മരുന്നും ചികിത്സയും നമ്മളിൽ എഫക്റ്റ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യം സ്വയം ചികിത്സ പൂർണ്ണമായും ഒഴിവാക്കി ഡോക്ടറുടെ മേൽനോട്ടത്തിൽ മാത്രം ഏതൊരു ചികിത്സയും പാടുള്ളൂ.